പ്രപഞ്ചത്തിൽ പ്രകാശത്തിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമോ? ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലും പറയുന്നത് പ്രകാശവേഗതയെ മറികടക്കാൻ സാധിക്കില്ല എന്നാണ്. ഒരു കഥ സൊല്ലട്ടുമാ? ഒരിക്കൽ ഒരു ഇലക്ട്രോണ് ലൈറ്റിനെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി കേട്ട അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവരെല്ലാം പറഞ്ഞു ഇലക്ട്രോണ് ഭ്രാന്താണെന്ന് പറഞ്ഞു. പക്ഷേ ലൈറ്റ് കുറച്ച് അഹങ്കാരത്തോടെ, ഓവർ കോൺഫിഡൻസിൽ ഇലക്ട്രോണോട് പറഞ്ഞു, നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ വീണ്ടും പറഞ്ഞു, എനിക്കൊരു കണ്ടീഷനുണ്ട്. ലൈറ്റ് ചോദിച്ചു, എന്താ നിന്റെ കണ്ടീഷൻ? എന്ത് കണ്ടീഷനായാലും എനിക്ക് പ്രശ്നമില്ല. ഇലക്ട്രോൺ പറഞ്ഞു, ഞാൻ പറയുന്ന സമയത്ത്, ഞാൻ പറയുന്ന സാഹചര്യത്തിൽ വേണം നമ്മുടെ ഈ മത്സരം നടത്താൻ. ഇപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഏത് മത്സരത്തെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നതെന്ന്, അല്ലേ? മറ്റൊന്നുമല്ല, ഇലക്ട്രോണിൻ്റെ വെല്ലുവിളി ഇത്രയേ ഉള്ളായിരുന്നു. ലൈറ്റിനോട് ഇലക്ട്രോൺ പറഞ്ഞു, നിന്നേക്കാൾ കൂടുതൽ വേഗത്തിൽ ഞാൻ സഞ്ചരിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം ആ മത്സരം നടന്നു. പക്ഷെ എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ ജയിച്ചാരാന്നറിയോ? നമ്മുടെ ഇലക്ട്രോണാണ് ആ മത്സരത്തിലെ വിജയി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, സാറ് പഴയ ആമയുടെയും മുയലിൻ്റെയും കഥ എടുത്തിട്ട് ഇലക്ട്രോണും ലൈറ്റും ഒക്കെ ആക്കിയിട്ട് ഒന്ന് രൂപമൊക്കെ മാറ്റി അവതരിപ്പിച്ചതല്ലേ എന്ന്. എന്നാലല്ല, ഇത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ നടക്കുന്ന സംഭവമാണ്. ചെറങ്കോവ് റേഡിയേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ റിയാക്ഷൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഹൈലി എനർജറ്റിക് ഇലക്ട്രോൺസ് ലൈറ്റിനേക്കാൾ കൂടുതൽ വേഗത്തിലാണ് വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്നത്. വെള്ളത്തിൽ ലൈറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് ഏകദേശം 2,25,000 km/s. പക്ഷേ ഈ ഹൈലി എനർജറ്റിക് ഇലക്ട്രോൺസിന് അതിലും കൂടുതൽ വേഗത്തിൽ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഐൻസ്റ്റീൻ്റെ തിയറിയിൽ പ്രകാശവേഗതയെ മറികടക്കാൻ ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്? നമുക്കൊന്ന് പരിശോധിച്ചാലോ? നമുക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് ഒരു 3 സാഹചര്യങ്ങൾ പറയാം. നമ്മുടെ സൂര്യൻ പെട്ടെന്നൊരു നിമിഷം അപ്രത്യക്ഷമായി പോയാലോ? എന്ത് സംഭവിക്കും? സൂര്യൻ അപ്രത്യക്ഷമായത് അറിയാതെ നമ്മുടെ ഈ ഭൂമി ഏകദേശം 8 മിനിറ്റോളം ഒരു സാങ്കല്പിക സൂര്യനെ വലം വെച്ചുകൊണ്ടേയിരിക്കും. അതായത് സൂര്യൻ അപ്രത്യക്ഷമായി എന്ന വിവരം ഭൂമിയിലെത്താൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുണ്ടാവുന്ന ആ എഫക്റ്റ് ഭൂമിക്ക് അനുഭവപ്പെടാൻ ഏകദേശം 8 മിനിറ്റോളം സമയമെടുക്കും. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, 2 മെറ്റൽ പ്ലേറ്റുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ പ്ലേറ്റുകൾക്കിടയിൽ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുകയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആ പ്ലേറ്റുകൾക്കിടയിൽ രൂപപ്പെടും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ആദ്യം അനുഭവപ്പെടുന്നത് പ്ലേറ്റുകൾക്ക് വളരെ അടുത്തുള്ള പോയിന്റുകളായ എയിലും ബിയിലുമായിരിക്കും. പക്ഷേ ഈ പ്ലേറ്റുകൾക്ക് ഏകദേശം സെൻട്രലായിട്ടുള്ള പോയിന്റ് സിയിൽ അത് അനുഭവപ്പെടാൻ വളരെ ചെറിയൊരു സമയം വേണം. അതിനുശേഷം മാത്രമേ അവിടെ ആ എഫക്റ്റ് അനുഭവപ്പെടുകയുള്ളൂ. മൂന്നാമത്തെ സാഹചര്യം നോക്കിയാലോ? ഒരു മെറ്റൽ വയർ നിങ്ങൾ അസ്യൂം ചെയ്യുക. അതിൽ കൂടി പെട്ടെന്നൊരു കറണ്ട് ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കുക, ഒരു ഇലക്ട്രിക് കറണ്ട്. ഈ വയറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടും. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ആദ്യം അനുഭവപ്പെടുന്നത് കണ്ടക്ടറിന് വളരെ അടുത്തുള്ള പോയിന്റ് എയിലും, പക്ഷേ കണ്ടക്ടറിൽ നിന്ന് കുറച്ച് ദൂരം മാറി നിൽക്കുന്ന ആ പോയിന്റ് ബിയിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് അനുഭവപ്പെടാൻ കുറച്ച് സമയമെടുക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 സാഹചര്യത്തിലും നിങ്ങൾ എന്താ കണ്ടത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആയിക്കോട്ടെ, ഇലക്ട്രിക് ഫീൽഡ് ആയിക്കോട്ടെ, മാഗ്നറ്റിക് ഫീൽഡ് ആയിക്കോട്ടെ, ഇവയ്ക്കൊന്നും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കൂടി അനന്തമായ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. കോസ്മിക് സ്പീഡ് ലിമിറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഏകദേശം 3 ലക്ഷം km/s എന്ന് പറയുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഒന്നിനും 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ പ്രകാശത്തിനും അത് സാധിക്കില്ല. സ്പേസിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിനും പ്രപഞ്ചത്തിൻ്റെ സ്പീഡ് ലിമിറ്റായ 3 ലക്ഷം km/s ആ വേഗതയിലെ ലൈറ്റിനും സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. കോസ്മിക് സ്പീഡ് ലിമിറ്റായ 3 ലക്ഷം km/s ആ വേഗതയിൽ ഈ പ്രപഞ്ചത്തിൽ കൂടി നമ്മൾ ആദ്യമായി സഞ്ചരിക്കുന്നത് കണ്ടെത്തിയത് ലൈറ്റിനെയാണ്. അതുകൊണ്ട് അത് പ്രകാശവേഗത എന്ന് അറിയപ്പെടുന്നേ ഉള്ളൂ. അല്ലാതെ ആ 3 ലക്ഷം km/s എന്ന് പറയുന്ന ആ വേഗതയ്ക്ക് ലൈറ്റുമായി യാതൊരു ബന്ധവുമില്ല. അത് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയുമല്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? ലൈറ്റിനേക്കാൾ കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുക എന്നതല്ല അസാധ്യമായത്. നമുക്ക് സാധിക്കാത്തത് ഈ പ്രപഞ്ചത്തിൻ്റെ സ്പീഡ് ലിമിറ്റായ 3 ലക്ഷം km/s അതിലും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക എന്നതാണ് അസാധ്യമായത്. നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഇങ്ങനൊരു സ്പീഡ് ലിമിറ്റ് ഇല്ലായിരുന്നെങ്കിലോ?
അതായത് പ്രപഞ്ചത്തിൽ കൂടി അനന്തമായ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലോ? അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലുള്ളൊരു പ്രപഞ്ചം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. എന്തിനധികം സമയം എന്നതുപോലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. പ്രകാശവേഗതയെ മറികടക്കാൻ സാധിക്കില്ല എന്ന് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലും പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഗോസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ വീഡിയോ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള രസകരമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.